എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഭഗവത്ഗീതയിലെ കർമ്മയോഗം അടുത്ത ഒരു ശ്ലോകം നോക്കാം. ഇന്ന് 35-ാമത്തെ ശ്ലോകം. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ കർമ്മയോഗത്തിലൂടെ നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിച്ചാലാണ് നമുക്ക് സന്തോഷവും സുഖവും ഉള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കുക എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്ററാണ് കർമ്മയോഗം, ഭഗവത്ഗീത ചാപ്റ്റർ 3. അപ്പോൾ പിന്നെ നമ്മൾ ഭഗവത്ഗീതയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും കുറേ തത്വങ്ങൾ മാത്രം അടങ്ങിയതാണല്ലോ എന്ന്. അപ്പോൾ അത് കുറച്ച് ആദ്യം അതിനൊരു രുചി വരാനുണ്ട്. ആ രുചി വരാൻ നമ്മൾ കുറച്ച് സമയമെടുക്കും. കുറച്ച് ശ്ലോകങ്ങൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറച്ചിങ്ങനെ വായിച്ച് അല്ലെങ്കിൽ ചാപ്റ്റർ പാരായണം ചെയ്യുക. ആദ്യം ഗീത പാരായണം ചെയ്യുക. അപ്പം ഞാൻ തന്നെ വീഡിയോസ് 18 ചാപ്റ്ററും പാരായണം ചെയ്തിട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്, നോക്കാം. അപ്പോൾ ഈ പാരായണങ്ങൾ നമുക്ക് കുറേ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അത് കുറച്ച് ഇഷ്ടമായിട്ട് തുടങ്ങാം. അങ്ങനെ പിന്നെ നമുക്ക് അതിലത്തെ ഓരോ ശ്ലോകങ്ങളായിട്ട് നോക്കാം. അല്ലാതെ ഇതിൽ ഒരുപാട് കഥയായിട്ടൊന്നും പറയാനില്ല, കുറേ തത്വങ്ങളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ അർജുനൻ്റെ ഒരു മനസ്സിൻ്റെ ഒരവസ്ഥ, ഒരു താന്നിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മനസ്സിനെ ഉയർത്തി കുറച്ചും കൂടെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഒരു നല്ല അവസ്ഥയിലേക്ക് അർജുനനെ എത്തിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന ഒരവസ്ഥയിൽ നിന്ന് അർജുനനെ കുറച്ചും കൂടെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ സന്നദ്ധനാക്കി മാറ്റുന്നു എന്നാണ് ശരിക്കും ഭഗവത്ഗീത. അപ്പോൾ ഭഗവാൻ നമ്മളെ ഈ ഭഗവത്ഗീതയിലൂടെ നമ്മളെ എന്താക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ജീവിതം ബുദ്ധിമുട്ടാണ്, അതിങ്ങനെ വിഷമമാണ്, അതിനെ കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിലവരൊക്കെ പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് ഏതവസ്ഥയിലും ഫൈറ്റ് ചെയ്തുകൊണ്ട് ഏതവസ്ഥയിലും നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായിട്ട് 6-ാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകം ധരേതാത്മനാത്മനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നിങ്ങൾ സ്വയം നിങ്ങളെ ഉയർത്തുക എന്ന്, നിങ്ങളുടെ മനസ്സിനെ താഴ്ത്തരുത് എന്ന് പറയുന്ന ഒരു ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇപ്പം നമുക്ക് ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഓരോ ശ്ലോകങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നല്ല കുറച്ച് ഒരു 10-20 ശ്ലോകങ്ങളുണ്ട് ഭഗവത്ഗീതയിലെ. ഏറ്റവും നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിന് തരുന്ന ഒരു ഊർജം അടങ്ങിയ ഒരു 10-20 ശ്ലോകങ്ങളുണ്ട്. അത് തന്നെ നമുക്ക് ഒരു ഗൈഡൻസ് തന്നെയാണത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ശ്ലോകം ചൊല്ലുന്നതിന് മുമ്പ് ധ്യാനം. മൂകം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. അപ്പോൾ ശ്ലോകം വായിക്കാം. ചാപ്റ്റർ 3 കർമ്മയോഗം, ഭഗവത്ഗീത. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സുനുഷ്ഠിതാ സുധർമ്മേന്ധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഒരിക്കൽ കൂടെ വായിക്കാം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സുനുഷ്ഠിതാ സുധർമ്മേന്ധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബ്രീഫായിട്ട് പറഞ്ഞാൽ ഇപ്പം എല്ലാം വളരെ ബ്രീഫായിട്ട് ലഭിക്കുന്നൊരു കാലമാണല്ലോ. ബ്രീഫായിട്ട് പറഞ്ഞാൽ പരധർമ്മത്തേക്കാൾ ശ്രേയസ്കരമായിട്ടുള്ള സ്വധർമ്മമാണ് എന്ന്. അതായത് നമ്മൾ വേറൊരാളെ പോലെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും നല്ല നമ്മളുടേതായിട്ടുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലൊരു ഉയർച്ച നമുക്ക് ലഭിക്കും. അതാണ് ഇപ്പോൾ ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് ശരിയായിട്ട് ചെയ്യുമ്പോഴാണ്, അത് ആചരിക്കുന്നതാണ് ധർമ്മം.
ഇപ്പോൾ സൂര്യൻ്റെ ധർമ്മം ചൂടും വെളിച്ചവും പുറത്തേക്ക് നൽകുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ധർമ്മം. ഇപ്പം അച്ഛൻ്റെ ധർമ്മം, അമ്മയുടെ ധർമ്മം ഒരു വീട്ടിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്തി കുട്ടികളെയൊക്കെ നല്ലതായിട്ട് നോക്കി അവരെ ഒരു നല്ല മാനസികാവസ്ഥയിലുള്ള നല്ല ആരോഗ്യത്തോടുകൂടി കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ധർമ്മം എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ധർമ്മം ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ശീലം കൊണ്ടാണ് നമുക്ക് പല ചിന്തകളും ഉണ്ടാകുന്നത്. ആ ചിന്താധാരകളെയാണ് നമ്മൾ വാസന എന്ന് പറഞ്ഞത്. അപ്പോൾ പല ഇതിൽ നമ്മൾ വാസനകളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, നമ്മൾക്ക് ഓരോ പുതിയ പുതിയ ജന്മങ്ങൾ തരുന്നതെന്നൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ചിന്താധാരകളാണ് യഥാർത്ഥത്തിൽ വാസനകൾ. അപ്പോൾ ഈ വാസനകൾ, ഈ ചിന്തകളുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറയും. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ചിന്തകളുടെ എണ്ണം എങ്ങനെ കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ വാസനകൾ കുറയ്ക്കുക, ചിന്താധാരകൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമൊന്നും അല്ല. കാരണം മനസ്സിങ്ങനെ അഴിച്ചുവിട്ട കുതിരയെ പോലെയാണ്, ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കും, വെറുതെ പോവുക പോലും അല്ല. അതുകൊണ്ടാണ് മനസ്സിനെ വായുവിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. വായു എങ്ങനെയാണ്, അപ്പോൾ ഒരിടത്തൊന്നും ഒരിക്കലും നിൽക്കില്ല. അത് ആ വായു ഇങ്ങനെ എങ്ങനെയാണോ പോകുന്നത് അതുപോലെയാണ് ചിന്തകൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലെ വാസനകളെയാണ് ഇവിടെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്വധർമ്മവും പരധർമ്മവും എന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വധർമ്മം എന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ രുചിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതിനനുസരിച്ച് പ്രവർത്തിച്ച സന്തോഷവും സംതൃപ്തിയും നമുക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു നല്ല വ്യക്തിയായിട്ട് നമുക്ക് മാറും. അതാണ് സ്വധർമ്മം. അതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പാടാൻ ഇഷ്ടമുള്ള ഒരാൾ നന്നായിട്ട് പാടുമ്പോൾ അതാണ് അയാളുടെ ധർമ്മം. അപ്പോൾ അയാൾക്ക് ആ ഒരു രംഗത്ത് നന്നായിട്ട് ശോഭിക്കാൻ കഴിയും. ഇനിയിപ്പോൾ പാടാൻ ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ ഒരു എൻജിനീയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ആക്കി കഴിഞ്ഞാൽ ആ ഡോക്ടറിന് അയാളുടെ ആ ഒരു ജോലിയിൽ അല്ല ശരിക്കും അയാളുടെ താല്പര്യം. അതുകൊണ്ട് അയാൾക്ക് അതിൽ ശോഭിക്കാൻ കഴിയില്ല. ഇതാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം വാസനകളുടെ പ്രകൃതിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നതിന് പരധർമ്മം എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ അപ്പം ഒരു പ്രാവീണ്യം ഏത് വിഷയത്തിലും നേടണമെങ്കിൽ ആ ഒരു അഭിരുചിക്ക് അനുസരിച്ച് വേണം നമ്മൾ ആ ഒരു കർമ്മ മേഖല തിരഞ്ഞെടുക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നിനക്കിഷ്ടമുള്ളത് നീ പഠിക്കുക എന്നൊക്കെ ചിലവരോട് പറയാറില്ലേ. നിനക്കിഷ്ടമുള്ളത് നീ ചെയ്യൂ, അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം. അപ്പോഴേ അയാൾ ആ ഒരു രംഗത്ത് വളരെ തൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് അയാൾ വളരെ മുന്നോട്ട് വരികയും അയാൾ ലോകത്തിന് തന്നെ ഉപകാരമുള്ള ഒരാളായിട്ട് മാറും. അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ചിന്തകളിൽ നിന്ന് ഓടിപ്പോകാനുള്ളതല്ല, നമ്മളുടെ ചിന്തകളിൽ തന്നെ നമ്മൾ സംസ്കരിച്ചെടുത്തുകൊണ്ട് നമ്മളുടെ ജീവിതം കർമ്മമേഖലയിൽ നമ്മൾ ഒരുപാട് സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ ശ്രേഷ്ഠതരമായ ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ സ്വധർമ്മത്തിൽ ചരിക്കുന്ന ഒരാൾ കഴിയും. അല്ലെങ്കിൽ പരധർമ്മത്തിൽ ചരിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ സ്വന്തം വാസനകളുടെ പ്രകൃതിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളെയാണ് പരധർമ്മം അനുഷ്ഠിക്കുന്ന ആളെന്ന് പറയുക. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ ഇപ്പോൾ ഒരു വക്കീലായാൽ എങ്ങനെയിരിക്കും? അപ്പോൾ ആ ഒരു അവിടെ അയാൾക്ക് അത്രയ്ക്ക് തൻ്റെ ജോലിയോട് അല്ലെങ്കിൽ ആത്മാർത്ഥത പുലർത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ രംഗത്ത് ശോഭിക്കില്ല. അതുകൊണ്ടാണ് പരധർമ്മം എന്ന് പറയുന്നത് ഭയാവഹ എന്ന് പറയുന്നത്, ഭയത്തെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സ്വധർമ്മം സ്വധർമ്മം ശ്രേയസ്കരമാവുന്നു. അപ്പോൾ സ്വനുഷ്ഠിതാത് എന്ന് പറയുമ്പോൾ നന്നായി അനുഷ്ഠിക്കപ്പെട്ട പരധർമ്മത്തേക്കാൾ ഗുണമില്ലാത്തതായാലും സ്വധർമ്മ ശ്രേയാൻ, അതാണ് സ്വധർമ്മം വളരെ ശ്രേയസ്കരമാകുന്നു. സ്വധർമ്മത്തിൽ വ്യാപരിച്ചുകൊണ്ടുള്ള നിധനം ശ്രേയ, മരണം പോലും ശ്രേയസ്സുണ്ടാക്കും. നിധനം, മരണം. പരധർമ്മ ഭയാവഹ, പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നു.
അപ്പം നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരവരുടെ ഒരു കർമ്മ മേഖല, നമ്മളൊരു കുട്ടികൾ കുറച്ച് വലുതായിട്ട് വരുമ്പോൾ തന്നെ അവർ ഏതിലാണ് താല്പര്യം എന്ന് മനസ്സിലാക്കി അവർക്ക് ആ രംഗത്ത് ആവശ്യമുള്ള ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ മികച്ച ഒരു വ്യക്തിത്വങ്ങളായിട്ട് മാറുകയും അവരുടെ ആ ഒരു കർമ്മ മേഖലയിലൂടെ അവർക്ക് തന്നെ ഒരു ആത്മസംതൃപ്തിയും സുഖവും സന്തോഷവും ലഭിക്കുകയും ആ ഒരു സന്തോഷത്തിലൂടെ അവർ സമൂഹത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വങ്ങളായിട്ട് അവർ മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്വധർമ്മമാണ് പരധർമ്മത്തേക്കാൾ ശ്രേഷ്ഠമെന്ന് പറയുകയും പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നതാണ്, അപ്പോൾ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഭയത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഒരു സന്ദേശം നമുക്ക് സ്വീകരിക്കാം. കാരണം അത് വളരെ ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടതാണ്. എല്ലാ യങ്സ്റ്റേഴ്സ്, യുവജനങ്ങൾക്ക് ഇതൊരു മാർഗദർശനം തന്നെയാണ് ഈ ഒരു ശ്ലോകം. അപ്പോൾ ഈ ഒരു ശ്ലോകം നമുക്ക് ഭഗവാന് സമർപ്പിക്കാം, ശ്രീകൃഷ്ണന് സമർപ്പിക്കുക. അപ്പോൾ കൃഷ്ണൻ വലിയ വലിയ സന്ദേശങ്ങളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു ഗീതയുടെ ഒരു പാത എന്ന് പറയുന്നത് മനസ്സിൻ്റെ വികാസത്തിനും തുടർന്ന് നമ്മുടെ ആ ഒരു ഉള്ളിലെ എല്ലാ തരത്തിലുള്ള കഴിവുകളെ ഉണർത്തുന്നതിനും അതുപോലെ നമ്മളൊരു സമൂഹത്തിന് ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാക്കി നമ്മളെ മാറ്റുന്നതിനും ഭഗവാൻ സദാ നമ്മളെ ഗീതയിലൂടെ നമുക്ക് മാർഗം കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയും ഒരു ഭാഗങ്ങൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു.